എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 214-ാമത്തെ എപ്പിസോഡാണ്. ഇതിൻ്റെ ടൈറ്റില് ദിസ് വൺ വിൽ ഗ്രേസ് ഹ്യൂമൻ ബീയിങ്സ്. ഈ ഗ്രേസ് എന്ന് വെച്ചാൽ എന്തുവാ? ഗ്രേസ് എന്ന് വെച്ചാൽ ഗ്രേസ് എന്ന് പറഞ്ഞാൽ ഈ മാടൊക്കെ പുല്ല് കഴിക്കുന്നില്ലേ, ആട് മാടൊക്കെ പോയി പുല്ലൊക്കെ കഴിച്ച് അതിനെ കഴിപ്പിക്കാൻ ആട്ടിടയന്മാരൊക്കെ കൊണ്ടുപോകുന്നില്ലേ, ഈ മാട് വച്ചിരിക്കുന്നവരൊക്കെ കൊണ്ടുപോകുന്നില്ലേ കൂട്ടം കൂട്ടമായിട്ട്. അവർ അത് പശുവിനെയും മാടുകളെയൊക്കെ വെച്ച് പുല്ല് തീറ്റിപ്പിക്കുക. അതിനാണ് ഗ്രേസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ സദ്ഗുരുവിൻ്റെ ഏർലി ലൈഫാണ് കാണാൻ പോകുന്നത്. അതായത് ഇതുവരെ 3 വീഡിയോയിൽ 211, 12, 13 അതിൽ ഇപ്പോൾ ഉള്ളതിൻ്റെ മൂന്നാമത്തെ ജന്മം ഒരു 400 വർഷത്തിന് മുമ്പേ, പിന്നെ 2ാമത്തെ ജന്മം, പിന്നെ കഴിഞ്ഞ ജന്മം, അത് 3 നമ്മൾ കണ്ടു. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോഴത്തെ പ്രസൻറ്റ് ഈശാ യോഗ സെൻറ്ററിൻ്റെ സ്ഥാപകനായ സദ്ഗുരുവിൻ്റെ ജനനം, കൊച്ചുനാളിൽ എങ്ങനെയായിരുന്നു, അതൊക്കെ. ഇപ്പം ചിലപ്പം നിങ്ങൾക്ക് തോന്നാം, ഇപ്പോൾ സദ്ഗുരു വലിയ ആളായി, കോർപ്പറേറ്റ് ലെവലിൽ വലിയ ഇതാണ്, അതൊക്കെ നമുക്കിപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊച്ചുനാളിനെ കുറിച്ച് എന്ത് പ്രയോജനം, വേസ്റ്റ് ഓഫ് ടൈം എന്ന് വിചാരിക്കരുത്. എന്നുവെച്ചാൽ ഞാൻ ഈ ബുക്കിൽ ഇത്രയും സീരിയസ് ആയിട്ട് ഇൻഡെപ്ത്ത് ഡീപ്പായിട്ട് പോയി പഠിച്ച് അതിൻ്റെ പോയിൻറ്റ്സ് എഴുതി നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങൾക്ക് തരണമെന്ന് വിചാരിക്കുമ്പം അതിൽ എന്തെങ്കിലുമൊക്കെ കാണും. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം എൻ്റെ സമയം വിലപ്പെട്ടതാണ്, നിങ്ങളുടെ സമയവും വിലപ്പെട്ടതാണ്. അപ്പം വെറുതെ ഇരുന്ന് കഥ പറയുന്നതും കഥ കേൾക്കുന്നതും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അപ്പം ഞാൻ ഇതിൽ പറയാൻ പോകുന്നത് വേറെ ഒരു ആംഗിളിൽ നിങ്ങൾ എടുക്കണം. ഓക്കെ, ഇപ്പോൾ എല്ലാവരും തന്നെ ജനിക്കുന്നു, എന്തൊക്കെയോ സാധിക്കുന്നു, മരിക്കുന്നു, അത്രയേ ഉള്ളൂ. അതുപോലെയോ സദ്ഗുരുവിൻ്റെയും എന്ന് നമുക്ക് വിചാരിക്കാൻ ഒക്കത്തില്ല. എന്നുവെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സദ്ഗുരു എന്ന് പറയുന്നത് നമ്മളുടെ ലെവലിനെക്കാട്ടിലും തീർച്ചയായിട്ടും 1, 2, 3 പടികൾ ഉയർന്ന സ്ഥാനത്തിലാണ് ഇരിക്കുന്നത്. അദ്ദേഹം മുക്കാലം ഉണർന്ന ജ്ഞാനിയാണ്. ഇത്രയും 3 ജന്മങ്ങളായിട്ട് എന്തൊക്കെ അദ്ദേഹം ചെയ്തുകൊണ്ട് വന്നു എന്ന് നമ്മൾ കണ്ടു. അപ്പം നമ്മളതിനെ ഒരു കളിയായിട്ട് എടുക്കരുത്. ഓക്കെ, 3 ജന്മങ്ങളായിട്ട് ഗുരുവിനെ ഫോളോ ചെയ്ത് ധ്യാനലിംഗം ചെയ്യാൻ ശ്രമിച്ചതും എങ്ങനെയൊക്കെ ജീവനെ വിട്ടതും എല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊരു പ്രത്യേകം ഒരു സൃഷ്ടിച്ചപ്പെട്ട ഒരു ആത്മാവാണ്. അപ്പോൾ ആത്മാവിൻ്റെ ആ സോൾ ജേണിയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പം ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ അത് ഏർലി ലൈഫ് ഓഫ് ജഗ്ഗി വാസുദേവ് എന്ന് വെച്ചാൽ കൊച്ചിൻ്റെ പേര് ജഗദീഷ് ആയിരുന്നു. ജഗദീഷ് എന്നാണ് ഇട്ട പേര്. വാസുദേവ് എന്ന് പറഞ്ഞാൽ അവരുടെ അച്ഛൻ്റെ പേര്. അപ്പം ജഗദീഷ് വാസുദേവ് എന്നാണ് കൊച്ചിൻ്റെ പേര്. വെറുതെ നമ്മളെല്ലാം ഷോർട്ടായിട്ടാണല്ലോ വിളിക്കുന്നത്. അങ്ങനെ ജഗദീഷ് ജഗ്ഗിയായി. അപ്പം ജഗ്ഗി വാസുദേവ്. ഇപ്പോഴും ഒരുപാട് പേര് അങ്ങനെ ആ പേരിൽ തന്നെ വിളിക്കുന്നത്. ഓക്കെ, ഇപ്പം കൊച്ച് 1957 സെപ്റ്റംബർ 3 അർദ്ധരാത്രി മിഡ്നൈറ്റിലാണ് വാസുദേവ് സുശീല എന്നുള്ള ദമ്പതിക്ക് കുഞ്ഞായിട്ട് ജനിക്കുന്നത്. മൈസൂറിലാണ് ജനനം. ശരിക്കും പറഞ്ഞാൽ ഈ ഡ്യൂ ഡേറ്റ് എന്ന് പറയുമല്ലോ, ഒരാഴ്ച അല്ലെങ്കിൽ ഇന്ന സമയം കുഞ്ഞ് ജനിക്കാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പറയുമല്ലോ, കണക്ക് കൂട്ടി പറയും. അപ്പോൾ അതിൽ ആ ഡ്യൂ ഡേറ്റിൽ നിന്ന് 23 ദിവസം കഴിഞ്ഞാണ് ഈ കൊച്ച് ജനിച്ചത്. അപ്പോൾ ഈ കൊച്ചിൻ്റെ മുന്നിൽ 2 ചേച്ചിമാരും ഒരു ചേട്ടനും ഉണ്ട്. 4ാമത്തെ കൊച്ചായിട്ടാണ് ഈ കൊച്ച് ജനിക്കുന്നത്. അപ്പം അവിടെ അക്കാലത്തൊക്കെ ഈ ഫോർച്യൂൺ ടെല്ലേഴ്സ് എന്നുണ്ട്, ഈ കൈ നോക്കുന്നത്, കുറി പറയുന്നത്,
ജ്യോത്സ്യം നോക്കുന്നത്, അങ്ങനെയൊക്കെ ഈ കുറത്തികൾ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് ദിവസം ഇങ്ങനെ റോഡിൽ കൂടെ നടന്നു പോകും. ഓരോ വീട്ടിലും ആളുകളെ കാണുമ്പോൾ അവർ കതവ് തട്ടി എന്തെങ്കിലുമൊക്കെ പറയും. നമ്മളതിന് പകരം അവർക്ക് ചോറ് കൊടുക്കും, കാശ് കൊടുക്കും. ഇതൊക്കെ ഞാൻ കൊച്ചുനാളിൽ കണ്ടിട്ടുണ്ട്. കൊച്ചുനാളിലെന്ന് വെച്ചാൽ ഞാനൊരു 4ാം ക്ലാസ് വരെ ദിണ്ടുക്കലിലാണ് പഠിച്ചത്. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും കൂടെയാണ് താമസിച്ചത്. അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. രാവിലെ തൊട്ട് ഇങ്ങനെ ആൾക്കാർ കുറി പറയുക, കുറി പറയുക, കുറി പറയുക. കുറി പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തലക്കുറിയെ കുറിച്ച് പറയുക, അല്ലെങ്കിൽ നമുക്ക് വരുന്ന അധിഷ്ടത്തിനെ കുറിച്ച് പറയുക. പിന്നെ ഇതിൽ ഒരു വിശേഷം എന്തുവാന്ന് വെച്ചാൽ അവർ പറയുന്നതിൽ മുക്കാലും ശരിയായിരിക്കും. ഒരു വീട്ടിൽ മരണം നടക്കാൻ പോകുന്നു എന്നുണ്ടെങ്കിൽ അവരത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. അല്ലെങ്കിൽ ഈ വീട്ടിലൊരു കൊച്ച് ജനിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ജനിക്കുന്ന കുഞ്ഞ് ഇങ്ങനെ ആയിരിക്കും, അവരെന്തൊക്കെ പറഞ്ഞാലും അത് കറക്റ്റായിട്ടിരിക്കും. മുക്കാലും ഒരു 75 to 90% അത് ശരിയായിരിക്കും. അങ്ങനെ ഞാൻ ഇഷ്ടംപോലെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരാൾ വന്നു ആ വീട്ടിൽ, അതായത് ഈ കൊച്ച് ജനിച്ചപ്പോൾ. അപ്പോഴാണ് ആ അങ്ങേരെ ഈ തലക്കുറി കുറിച്ചിട്ട് പറഞ്ഞു, ഹീ ഈസ് ബ്ലെസ്ഡ് വിത്ത് ദ ഫോർച്ചുനേറ്റ് ലൈഫ്. അതായത് ഈ കൊച്ച് വളരെ ഫോർച്ചുനേറ്റ് എന്ന് വെച്ചാൽ അദൃഷ്ടം നിറഞ്ഞ ഒരു ജീവിതമാണ് ഈ കൊച്ചിന് കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, ദിസ് വൺ വിൽ ഗ്രേസ് ദ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറഞ്ഞത് അങ്ങേരാണ്. ഗ്രേസ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പോലെ ആടിനെയും മാടിനെയൊക്കെ കൊണ്ടുപോയി പുല്ല് തീറ്റിപ്പിക്കുന്നത്. അപ്പം അത് ഒരു സംഭവം. അപ്പം എല്ലാവരും മനുഷ്യർ ആടിനെയും മാടിനെയും കൊണ്ടുപോയി പുല്ലിനെ തീറ്റിപ്പിക്കും. അതേ സമയത്ത് ഈ കൊച്ചുണ്ടല്ലോ, ഈ കൊച്ച് വിൽ ഗ്രേസ് ദ ഹ്യൂമൻ ബീയിങ്സ്. അതായത് മനുഷ്യരെ, ഇപ്പം എങ്ങനെ ഒരു ആട്ടിടയൻ ആടുകളെ കൊണ്ട് നടക്കുന്നോ അതുപോലെ ഈ കുഞ്ഞ് വലുതാകുമ്പം മനുഷ്യർക്ക് ഒരു വഴികാട്ടിയായിട്ടിരിക്കും എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അപ്പം തന്നെ ഇത് ശരിക്ക് ഒരു കണിപ്പ് നടത്തിയിട്ടുണ്ട്. ആ കണക്ക് കൂട്ടൽ കറക്റ്റായിട്ടും വന്നിട്ടുണ്ട്. ഇന്ന് വരെ നമ്മൾ കാണാൻ പറ്റിയത് അങ്ങനെയാണ്. എത്രയോ മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉണ്ട് സദ്ഗുരുവിന്. ഇന്ത്യയിൽ മാത്രമല്ല, ഓൾ ഓവർ ദ വേൾഡ്. അപ്പം അത്രയും പേര് സദ്ഗുരു പറയുന്നതും യൂട്യൂബിൽ ചെയ്യുന്നതും ഇത് പറയുന്നതും ഒക്കെ വാച്ച് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥമായിരുന്നു അന്ന് ഇങ്ങനെ പറഞ്ഞത്, ദിസ് വൺ വിൽ ഗ്രേസ് ദ ഹ്യൂമൻ ബീയിങ്സ്. ഹ്യൂമൻ ബീയിങ്സിനെ വഴി നടത്തി ചെല്ലുന്ന ഒരു ജന്മമാണ് ഈ കൊച്ചിൻ്റെ ജന്മം. അതുമാത്രമല്ല, വളരെ അധിഷ്ടം നിറഞ്ഞ ഒരു കൊച്ചാണ് എന്നാണ് അതിനകത്ത് തലക്കുറി കുറിച്ചിട്ട് എഴുതിയിട്ട് പോയത്. അതേപോലെ വേറൊരാൾ ഇങ്ങനെ ജ്യോത്സ്യം നോക്കാൻ വന്ന ആളാണ് ഈ ജഗദീഷ് എന്ന് ആ കൊച്ചിന് പേരിടണം. ജഗദീഷ് എന്ന് വെച്ചാൽ ഈ ജഗത്തിനെ, ഈ ലോകത്തിനെ കീഴടക്കാനുള്ള ശക്തിയുള്ള ഒരു, നമ്മൾ ശിവനെയാണ് ജഗദീഷ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ കൊച്ചിന് ജഗദീഷ് എന്ന് പേരിടണം എന്ന് ഇനി ഒരാൾ വന്ന് പറഞ്ഞിട്ട് പോയി. ശരിക്കും പറഞ്ഞാൽ ഈ ജഗി വാസുദേവൻ്റെ അമ്മയ്ക്കും അച്ഛനും 1956 തന്നെ ഒരു കൊച്ചുണ്ടായി. നല്ല തേജസ്സുള്ള ഒരു കൊച്ചായിരുന്നു. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആ കൊച്ചു മരിച്ചു. അതിന് പിന്നെയാണ് 57 ജഗ്ഗി ജനിക്കുന്നത്. അപ്പം വേറെന്തോ പറഞ്ഞപ്പം ഒരു പ്രാവശ്യം സദ്ഗുരു പറഞ്ഞിട്ടുണ്ട്, ഞാൻ നേരത്തെ വരാൻ നോക്കി, വന്നു ഈ ലോകത്ത്, പക്ഷേ അപ്പോഴത്തെ സിറ്റുവേഷൻസ് ഒന്നും ശരിയില്ല, അതുകൊണ്ട് ഞാനങ്ങ് പോയി, ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് വരാമെന്ന് തീരുമാനിച്ചു. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്തുവാ മനസ്സിലാവുന്നത്? 56 ജനിച്ച് 2-3 ദിവസം ജീവിച്ചിരുന്ന് മരിച്ച ആ കൊച്ചും ഈ ഇപ്പോഴത്തെ ജഗ്ഗി വാസുദേവും ഒരേ ആത്മായാണ്, ഒരേ കൊച്ചല്ല, ഒരേ ആത്മായാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴും മൈസൂരിൽ, കർണാടക സ്റ്റേറ്റിൽ മൈസൂരിൽ ഒരു തെലുഗു സ്പീക്കിംഗ് ഫാമിലിയിലാണ് ജനിച്ചത്. കഴിഞ്ഞ ജന്മവും അതിൻ്റെ മുൻ ജന്മവും തെലുഗു സ്പീക്കിംഗ് ഫാമിലിയിലാണ് ജനിച്ചത്. അപ്പം ഇതൊക്കെ ഇത് നേരത്തെ ഞാൻ പല സ്ഥലത്തും വായിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ ജനിച്ചാൽ വീണ്ടും ഇവിടെ തന്നെ ജനിക്കും.
തെലുഗു സ്പീക്കിംഗ് ഫാമിലി, അല്ലെങ്കിൽ മലയാളികളുടെ ഫാമിലി, അല്ലെങ്കിൽ തമിഴരുടെ ഫാമിലി, അല്ലെങ്കിൽ ഒരു ബ്രാഹ്മൺ ഫാമിലി, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ജനിക്കുന്നത്. എന്തായിരുന്നാലും ഇവിടൊക്കെ തന്നെ നമ്മൾ ജനിച്ച സ്ഥലത്ത് തന്നെ ചുറ്റിയും പറ്റിയും ജനിക്കുമെന്നാണ് നേരത്തെ തൊട്ടേ ഞാൻ കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും. അതുമാത്രമല്ല, നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവേ ഇപ്പം ഉള്ളവരെല്ലാം ഏതോ ഒരു രീതിയിൽ മുൻജന്മത്തും കണക്റ്റഡ് ആണ്. അപ്പോൾ ഇന്ന് എൻ്റെ അച്ഛനായിരിക്കുന്നത് കഴിഞ്ഞ ജന്മം എൻ്റെ അപ്പൂപ്പനായിരുന്നിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ചേട്ടനായിരുന്നിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ അനിയനായിരുന്നിരിക്കാം. ഈ ജന്മത്തിൽ എൻ്റെ അമ്മയായിട്ടിരിക്കുന്നത് കഴിഞ്ഞ ജന്മം ചിലപ്പോൾ എൻ്റെ ചേച്ചിയായിരുന്നിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ അനിയത്തിയായിരുന്നിരിക്കാം, അല്ലെങ്കിൽ അനിയനായിരുന്നിരിക്കാം. അങ്ങനെ ഒരു 2-3 ജന്മങ്ങൾ നമ്മളൊക്കെ ഒന്നിച്ചൊന്നിച്ചാണ് ഒരേ കുടുംബത്തിൽ ജനിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പഠിക്കുന്ന പാഠങ്ങളൊന്നും ശരിയാവുന്നില്ല. ഇപ്പം എനിക്ക് ഇന്ന് ഇത്രയും പേരുണ്ട്, എനിക്ക് 2 മക്കളുണ്ട്, ഒരു ഭർത്താവുണ്ട്, 2 മക്കളുണ്ട്, ഒരു കൊച്ചുമോളുണ്ട് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം തന്നെ എൻ്റെ കഴിഞ്ഞ ജന്മത്തോ അല്ലെങ്കിൽ അതിൻ്റെ മുൻ ജന്മത്തോ ഏതോ ഒരു രീതിയിൽ കണക്റ്റഡാണ്. പക്ഷേ ആ കണക്ഷനിൽ മെയിനായിട്ട് നമ്മൾ എന്തോ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ കുറേ പാഠങ്ങൾ പഠിക്കണം. ഞാൻ അവർക്ക് കുറേ പാഠം പഠിപ്പിക്കുന്നു, അവർ എനിക്ക് കുറേ പാഠം പഠിപ്പിക്കുന്നു. അതിനാണ് ഈ കോമ്പിനേഷൻ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഈ പാഠം പഠിക്കുന്നത് തീരുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും 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 അതേ കുടുംബത്തിൽ അതേ സ്ഥലത്ത് നമ്മൾ ജനിക്കുന്നത്. ഓക്കെ, അതൊരു കാര്യം. അപ്പം ഇത് ജഗദീഷ് എന്ന് പേരിട്ടു, ജഗ്ഗി എന്ന് വിളിക്കാൻ തുടങ്ങി. ജഗ്ഗിയുടെ അച്ഛൻ ഡോക്ടർ വാസുദേവ്. അദ്ദേഹം ഒരു ഐ ഡോക്ടറാണ്, ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് TB വന്ന് മരിച്ചപ്പം അവരുടെ അമ്മ പറഞ്ഞതാ, എന്നായിരുന്നാലും നീ വന്ന് ഡോക്ടറാവണമെന്ന്. അങ്ങനെ അമ്മയുടെ ആഗ്രഹം തീർക്കാൻ വേണ്ടി ഇദ്ദേഹം ഡോക്ടറായി. മൈസൂർ മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. അപ്പോഴൊക്കെ വലിയ സൗകര്യമൊന്നും ഉള്ള സമയമല്ല. അപ്പോൾ രാത്രി ലേറ്റ് നൈറ്റ് ഉണർന്നിരുന്ന് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടിയിലൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുള്ളതാണ് ഈ ഡോക്ടർ വാസുദേവ് എന്ന് പറയുന്നത്. അദ്ദേഹം ഇന്ത്യൻ റെയിൽവേസിലുള്ള റെയിൽവേ ഹോസ്പിറ്റലിൽ കണ്ടക്ടറായിട്ട് ജോലി ചെയ്തു. പിന്നെ അമ്മ എന്ന് പറഞ്ഞാൽ സുശീല എന്നാണ് പേര്. ഈ വിജയനഗര സാമ്രാജ്യം എന്ന് ഹിസ്റ്ററിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൊച്ചുനാളിൽ. ആ വിജയനഗര സാമ്രാജ്യത്തിൽ ഉള്ള ഒരു കൃഷ്ണദേവരായർ എന്നുള്ള ഒരു രാജ കുടുംബത്തിൽ പാരമ്പര്യത്തിൽ വന്നതാണ് ഈ സുശീലാമ്മ. അപ്പം ഈ സുശീല എന്ന് പറയുന്നത് അവർ നല്ല ഒരു സ്ത്രീയാണ്, ഐഡിയൽ സ്ത്രീയാണ്. ഐഡിയൽ എന്ന് വെച്ചാൽ നല്ല വീട്ടമ്മയാണ്. ഹസ്ബൻഡിനെയും 4 മക്കളെയും നോക്കി അതാണ് ലോകം എന്ന് അവർക്ക് വേണ്ടി ജീവിച്ച ഒരു ജന്മമാണ് സുശീലാമ്മയുടെ. പിന്നെ ഒരു കാര്യം ഈ ബുക്കിൽ ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ ഞാൻ എവിടെയോ സദ്ഗുരു പറഞ്ഞത് എവിടെയോ എന്ന് വെച്ചാൽ വീഡിയോസിൽ പറഞ്ഞ് കേട്ടതാണ്. ഈ സുശീലാമ്മയ്ക്കും ഒരു ഗുരു ഉണ്ടായിരുന്നു. അപ്പം അവർ ഗുരുവിൻ്റെ അടുത്തുനിന്ന് ഏതോ ഒരു ഉപദേശം വാങ്ങിച്ചുകൊണ്ട് വന്നു. ആ ഉപദേശം പ്രകാരം അവരെന്തൊക്കെയോ ചെറിയ പൂജകളൊക്കെ ചെയ്യും. അപ്പോൾ ഇവർ എത്ര ഫാമിലിയോട് അറ്റാച്ച്ഡായിട്ട് ഡെഡിക്കേറ്റഡായിട്ട് ഇരുന്നാലും കുഞ്ഞുങ്ങളെ ഗതി, ഭർത്താവേ ഗതി എന്ന് പറഞ്ഞ് വീട്ടിലുള്ള ജോലിയെല്ലാം ചെയ്ത് നല്ല രീതിയിൽ കുടുംബം നടത്തിക്കൊണ്ടിരുന്നാലും ഈ മന്ത്രങ്ങൾ പറയുന്നതും ജപിക്കുന്നതും വിടത്തേയില്ല. അപ്പോൾ ഇവരൊക്കെ പല രീതിയിലും ചോദിച്ചിട്ടുണ്ടെന്ന് അമ്മയടുത്ത്, എന്തൊരു മന്ത്രമാണ് പറയുന്നത്. അപ്പം നമുക്കങ്ങനെ ഒരു ക്യൂരിയോസിറ്റി തോന്നത്തില്ലേ? അമ്മ എന്തുവാ പറയുന്നത്? മുണുന്ന് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, ഏത് മന്ത്രമാണ്, ആരാ പറഞ്ഞു തന്നേന്നൊക്കെ. അങ്ങനെ ഇവരൊക്കെ പല പ്രാവശ്യം പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട് അമ്മയടുത്ത്, എന്ത് മന്ത്രമാണ് പറയുന്നത്, ആരാ നിങ്ങളുടെ ഗുരു. ഒടുക്കം വരെ പറഞ്ഞില്ലെന്ന്. മരിക്കുന്നവരെ അവരെന്ത് മന്ത്രം ചൊല്ലിയെന്നോ ആരാണോ ഗുരു എന്നോ പറഞ്ഞിട്ടേ ഇല്ല. എന്നുവെച്ചാൽ ഗുരു ഉപദേശം കൊടുക്കുമ്പോൾ അത് പറയുന്നതാണ്. ഗുരു ആരാന്ന് വേണമെങ്കിൽ നമുക്ക് ഓപ്പണായിട്ട് പറയാം, അതിൽ തെറ്റില്ല. പക്ഷേ ഗുരു നമുക്കെന്ന് ചൊല്ലിക്കൊടുത്ത ഒരു മന്ത്രം അത് ഒടുക്കം വരെ പറയാൻ പാടില്ല. അങ്ങനെ ഒടുക്കം വരെ അവരങ്ങനെ ഇരുന്നു. സോ എല്ലാ രീതിയിലും അവർ നല്ല ഒരു സ്ത്രീയായിരുന്നു, നല്ല ജന്മമായിരുന്നു അവരുടെ. ഈ കൊച്ചു ജഗ്ഗി ജനിച്ചപ്പം ഈ കോഡുണ്ടല്ലോ, ഈ അംബ്ലിക്കൽ കോഡ്, അത് കഴുത്ത് ചുറ്റിയാണ് ജനിച്ചത്. അങ്ങനെ ജനിക്കുമ്പം അമ്മയുടെ വഴി വന്ന മാമന് അത് ദോഷമാണെന്ന് പറയും. കാലത്തൊക്കെ അങ്ങനെ പറഞ്ഞു.
അപ്പം അതിന് വേണ്ടി 5 വയസ്സ് വരെ ഈ കൊച്ചിനെ തലമുടി വെട്ടാതെ വളർത്തും. ഏതെങ്കിലും നേർച്ച എന്തെങ്കിലും ആയിരിക്കും. അപ്പം പക്ഷേ ഈ 5 വയസ്സിനകം മുടി വളർന്നു. പെൺകുട്ടിയുടെ കൂട്ട് മുടി വളർത്തിക്കൊണ്ടാണ് ഇരുന്നത്. അപ്പോൾ ഈ കൊച്ചിനെ കൊണ്ട് ഈ സ്കൂളിൽ ചേർത്തപ്പം സ്കൂളിലുള്ള പിള്ളേരെല്ലാം കളിയാക്കി, നീ ബോയല്ലയോ, നീ എങ്ങനെ മുടി വളർക്കുമെന്നൊക്കെ. അങ്ങനെ ആരെങ്കിലും ഈ പയ്യൻ്റെ മുടിയെക്കുറിച്ചെങ്ങാനും കമൻ്റ് അടിച്ചാൽ അപ്പം കൊടുക്കും അടി, കിട്ടിയിരിക്കും. അത്രയ്ക്ക് വളരെ ഒരു സെൻസിറ്റീവായിരുന്നു. ഇപ്പം ഇതൊക്കെയാണ് ചുറ്റുപാടുകൾ, ജനിച്ചപ്പോൾ ഉള്ള സിറ്റുവേഷൻ. ഇപ്പം 1-2 സ്കൂൾ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു. ഈ പയ്യന് ജഗ്ഗിക്ക് സ്കൂളിൽ ഇരിക്കുന്ന ഇഷ്ടമേ അല്ല. ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ വലിയ ബോറായിട്ടാണ് തോന്നുന്നത്. ഇതെന്തുവാ, ബുക്കിലുള്ളതില്ലേ പറഞ്ഞു തരുന്നത്? ബുക്കിലുള്ളത് പറഞ്ഞു തരാൻ ഒരു ടീച്ചർ വേണോ? എനിക്ക് സ്വയം പഠിച്ചാൽ പോരെ, ഞാൻ എന്തിനാ ക്ലാസ്സിൽ ഇങ്ങനെ കുത്തിയിരുന്ന് ഇവരുടെ അടുത്ത് പഠിക്കുന്നേ എന്നാണ് ജഗ്ഗിയുടെ വാദം. ഇപ്പം ബുക്കിലുള്ളത് തന്നെയാണ്, പക്ഷേ ബുക്കിലുള്ളത് 10 പ്രാവശ്യം പറഞ്ഞാലും തലയിൽ കയറാത്ത കുട്ടികളും ഉണ്ട്. അപ്പം ജഗ്ഗി കൊച്ചിലെ നല്ല സ്മാർട്ടായിരുന്നുകൊണ്ട് ഈ ടീച്ചർ പറയുന്നതെല്ലാം കൂടെ ഒരു ബോറായിട്ടാണ് തോന്നിയത്. ക്ലാസ്സിൽ ഇരിക്കുന്നത് ഇഷ്ടമേ അല്ല. ക്ലാസ്സിൽ അഥവാ ഇരുന്നാലും എന്തെങ്കിലുമൊക്കെ കുറുമ്പ് ചെയ്തുകൊണ്ടിരിക്കും, എപ്പോഴും അടി വാങ്ങിച്ചുകൊണ്ടിരിക്കും. പൊതുവേ പറഞ്ഞാൽ സ്കൂളിൽ വരുന്ന പോലെ വരും. 9 മണിയാകുമ്പം ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും എടുത്തുകൊണ്ട് സ്കൂളിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു മരത്തിൽ, ഏറ്റവും ഉയരത്തിലുള്ള ഒരു ബ്രാഞ്ചിൽ ചാഹയിൽ കയറിയിരിക്കും. മരത്തിൻ്റെ ഉച്ചി കയറിയിരുന്നുകൊണ്ട് അവിടെ തന്നെ ഇരിക്കും. അപ്പം ഈ എന്തോ ഉച്ചയ്ക്കാണെങ്കിലും വെയിലാണെങ്കിലും നല്ല ഒരു ചെറിയ കാറ്റ് കാണുമല്ലോ, മരങ്ങൾ നിറയെ ഇരിക്കുമ്പോൾ അവിടെ ഒരു കാറ്റ് കാണുമല്ലോ. ആ കാറ്റിൽ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്ന പോലെയാണ് ഈ കൊച്ചൻ ഫീൽ ചെയ്യുന്നത്. അപ്പം കൊച്ചൻ പറയുന്നത് എന്തുവാന്ന് വെച്ചാൽ, പിന്നെ വലുതായപ്പം സദ്ഗുരു എന്തുവാ പറഞ്ഞതെന്ന് വെച്ചാൽ, അപ്പോഴേ എനിക്ക് ലേശം ഈ ധ്യാനത്തിൽ കുറേ നേരം കണ്ണടച്ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഉറക്കം, ഒരു മയക്കം, അതാണ് എനിക്ക് അപ്പോഴേ ഫീൽ ചെയ്തത്. അതായത് ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്നൊക്കെ വാക്കുകൾ പോലും ഞാൻ കേട്ടിട്ടില്ല. കേൾക്കാത്ത സമയത്ത് പോലും ആ മെഡിറ്റേഷൻ മൂഡിലാണ് ഈ മരത്തിൻ്റെ മണ്ടേ കയറി പകൽ പൂരാൻ ഇരിക്കുന്നത്. ഒരു 4-4:30 ആകുമ്പം സ്കൂൾ വിടുമ്പോൾ പിള്ളേരെല്ലാം വെളിയിൽ പോകുന്ന കാണുമല്ലോ, റോഡിൽ കൂടെ നടന്നു പോകുന്ന കാണുമല്ലോ. അത് കണ്ടുകൊണ്ടായിരിക്കും ഇദ്ദേഹം മരത്തിൻ്റെ മീതേന്ന് താഴെ ഇറങ്ങി എല്ലാം നല്ല പിള്ളയായിട്ട് സ്കൂളിൽ നിന്ന് വീട്ടിൽ പോകുന്ന പോലെ വീട്ടിലങ്ങ് കയറും. ഇതായിരുന്നു ഈ പയ്യൻ്റെ സ്ഥിരം പരിപാടി. ഓക്കെ. അതുമാത്രമല്ല, ക്ലാസ്സിനകത്ത് ഇരിക്കത്തേയില്ല. അഥവാ ക്ലാസ്സിൽ ഇരുന്നാലും ഭയങ്കര ശല്യമായിരിക്കും. ഇപ്പം ഒരു പ്രാവശ്യം ഒരു ടീച്ചർ, ഇവൻ ഒന്നീ ദൈവീക കൊച്ചായിരിക്കും, അല്ലെങ്കിൽ ഒരു ഭൂതമായിരിക്കും, മിക്കവാറും ഭൂതമാകാനുള്ള സാധ്യതയാണ്, ഇങ്ങനെയും ഉണ്ടോ എന്നുള്ള രീതിയിൽ വഴക്ക് പറയും. അതേപോലെ ക്ലാസ്സിൽ ഒരു പ്രാവശ്യം ഒരു ടീച്ചറെ സ്ലീപ്പിംഗ് ലേഡി എന്നാണ് ഇവർക്ക് ഇരട്ടപ്പേരിട്ട് വിളിക്കുന്നത്. എന്നുവെച്ചാൽ ആ ടീച്ചർ സോഷ്യൽ സ്റ്റഡീസ് ടീച്ചറാണ്, ക്ലാസ്സിൽ വന്നിരുന്ന് ഉറങ്ങും. അപ്പം ഈ സ്ലീപ്പിംഗ് ലേഡി എന്നെങ്ങാണ്ട് പറഞ്ഞ് കളിയാക്കിയപ്പം ക്ലാസ്സിൽ ടീച്ചർ ഉറങ്ങിക്കാണും, പിള്ളേരെല്ലാം കൂടെ കളിയാക്കി കാണും. അപ്പോഴത്തേക്ക് ടീച്ചർ ഉണർന്നു. അപ്പം ആരാ ഇങ്ങനെ എന്നെ കളിയാക്കി, ആരാ ഇത് കാരണം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമല്ലോ. അങ്ങനെ ചോദിച്ച് ഈ പയ്യനെ എന്ത് പണിഷ്മെൻറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞപ്പം ജഗ്ഗി പറഞ്ഞെന്ന് അവനെ വെറുതെ വിട് എന്ന് പറഞ്ഞെന്ന്. എന്നുവെച്ചാൽ ജഗ്ഗിക്ക് ഇതേ സ്വഭാവം ഉണ്ടല്ലോ. അപ്പം പറഞ്ഞതിലൊന്നും തെറ്റായിട്ട് തോന്നിയില്ല, അവനെ വെറുതെ വിട് എന്ന് പറഞ്ഞു. ആഹാ, നീ അങ്ങനെയാണോ പറയുന്നത് എന്ന് പറഞ്ഞ് ജഗ്ഗിയുടെ ഷർട്ടും പിടിച്ചുകൊണ്ട് ആ ടീച്ചർ വലിച്ചഴിച്ചുകൊണ്ട് പോയി ഹെഡ് മാസ്റ്ററുടെ മുമ്പിലിട്ടു. ഈ എല്ലാ ടീച്ചേഴ്സും അവരെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ വയ്യാതെ വരുമ്പോഴാണ് ഹെഡ് മാസ്റ്റർ അടുത്ത് അല്ലെങ്കിൽ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ കൊണ്ടുപോയി നിർത്തുന്നത്. അങ്ങനെ ജഗ്ഗി പല പ്രാവശ്യം ഹെഡ് മാസ്റ്ററുടെ റൂമിൽ പോയിട്ടുണ്ട്. അപ്പം ഹെഡ് മാസ്റ്ററുടെ റൂമിൽ പോകുന്നു എന്ന് പറയുന്നതൊന്നും ഒരു ഭയമുള്ള ഒരു കാര്യമല്ല, കൂളായിട്ട് അങ്ങ് പോയി. പിന്നെ അവിടെ പോയപ്പോൾ ഹെഡ് മാസ്റ്റർ 15 ദിവസം സസ്പെൻഷൻ ചെയ്തു. 15 ദിവസം സ്കൂളിൽ വരരുതെന്ന് സസ്പെൻഡ് ചെയ്തു. ഇതുപോലെ ഒരു സന്തോഷമുണ്ടോ?
ഭയങ്കര ഹാപ്പിയാണ്. 15 ദിവസം ക്ലാസ്സിൽ കയറിയുണ്ടല്ലോ, ആധികാരപൂർവ്വമായിട്ട് 15 ദിവസം സ്കൂളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ചാൻസ് കിട്ടി സുഖമായിട്ട്. അത് വീട്ടിലൊന്നും പറയത്തില്ല, എപ്പോഴും പോലെ സ്കൂളിൽ വരും, ലഞ്ച് ബോക്സും വെള്ളവും എടുത്തുകൊണ്ട് മരത്തിൽ കയറും, അവിടെ ഇരുന്ന് ജോളിയായിട്ടിരുന്നിട്ട് ഇങ്ങ് വരും. അതാണ് ജഗ്ഗിയുടെ ജോലി. അതേസമയത്ത് ക്ലാസ്സിൽ സ്കൂളിൽ ഈ കളിയിലൊക്കെ ഭയങ്കര മുന്നിലാണ്. അതായത് ഹോക്കി, കബഡി, ഫുട്ബോൾ, വോളിബോൾ, ത്രോബോൾ, ബോക്സിങ്, ക്രിക്കറ്റ്, ഇതെല്ലാത്തിലും മുന്നിലാണ്. ഇതിലെല്ലാം ഉണ്ട്. പഠിക്കുന്നതിൽ മാത്രം പിന്നിൽ, പഠിക്കുന്നതിൽ ശ്രദ്ധയില്ല. പിന്നെ അതേസമയത്ത് നല്ല വായനശീലമുള്ള ഒരു കൊച്ചായിരുന്നു. ഇംഗ്ലീഷ് നോവൽസൊക്കെ കൊച്ചിലേ വായിക്കും. ലൈബ്രറിയിൽ, സ്കൂൾ ലൈബ്രറിയിൽ നാഷണൽ ജിയോഗ്രഫിക്ക് എന്നൊരു ബുക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ നാഷണൽ ജിയോഗ്രഫിക്ക് എന്ന് പറയുന്ന ബുക്ക് കാണാൻ തന്നെ അത്രയും ഭംഗിയാണ്. അത് നല്ല വില കൂടിയ ബുക്കാണ്. അതിൻ്റെ ആനുവൽ സബ്സ്ക്രിപ്ഷനൊക്കെ അപ്പോഴേ നല്ല വിലയുള്ളതാണ്. അപ്പോൾ ഈ നാഷണൽ ജിയോഗ്രഫി ഇദ്ദേഹം എപ്പോഴും എടുത്തെടുത്ത് വായിക്കും. അത് കാണുന്നതേ അദ്ദേഹത്തിന് വലിയ ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഈ നാഷണൽ ജിയോഗ്രഫിയെക്കുറിച്ച് പറയുമ്പോഴാണ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്. അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊന്നും ഈ ബുക്ക് കണ്ടിട്ടില്ല. ലൈബ്രറിയിലൊക്കെ ഞങ്ങളും പോകുമായിരുന്നു, പക്ഷേ ഈ നാഷണൽ ജിയോഗ്രഫിക്കല്ല. പക്ഷേ ഞാൻ ജോലിക്ക് ചേർന്ന് പത്മശേഷാദ്രിയിൽ നിന്ന് ചെന്നൈയിൽ ഒരു 10 വർഷം, അതായത് കേന്ദ്രീയ വിദ്യാലയത്തിൽ ചേരുന്നതിന് മുമ്പേ 10 വർഷം ഒരു സ്കൂളിൽ ജോലി ചെയ്തു, പ്രൈവറ്റ് സ്കൂളിൽ. ആ 10 വർഷമാണ് എൻ്റെ ഗോൾഡൻ പീരീഡ് എന്ന് പറയേണ്ടത്. അതായത് ഒരു ടീച്ചറായിട്ടും ഒരു അമ്മയായിട്ടും നല്ല ഒരു വ്യക്തിത്വമുള്ള ഒരു സ്ത്രീയായിട്ടും എന്നെ കൊണ്ടുവന്നത് ആ സ്കൂളിലെ ടീച്ചേഴ്സും പ്രിൻസിപ്പളും ഒക്കെ ആയിരുന്നു. ഒരുപാട് അവരെന്നെ സഹായിച്ചു. അങ്ങനെ അപ്പം ആ സ്കൂളിലെ ലൈബ്രറിയിൽ നാഷണൽ ജിയോഗ്രഫി ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ മാസവും അത് പോയി വായിക്കും. അതിൻ്റെ പടം കുറച്ച് വലിയ ബുക്കായിരുന്നു. അതിൻ്റെ പേപ്പർ തന്നെ ആർട്ട് പേപ്പറാണ്, നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള പേപ്പർ, സാധാരണ പേപ്പറില്ല. അതിൻ്റെ ഫോട്ടോഗ്രാഫിയൊക്കെ കണ്ടുകൊണ്ടിരിക്കണം പോലെ, കടലിലെ അല്ലെങ്കിൽ ഒരു ആനിമലിൻ്റെ കണ്ണ്, അതിൻ്റെ ഹെയർ, അത്രയും നല്ല ഫോട്ടോഗ്രാഫി ആയിരിക്കും അതിനകത്ത്. ഞാൻ അതൊക്കെ വായിക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു പ്രാവശ്യം 2-3 മാസം കഴിഞ്ഞ് നോക്കിയപ്പം ഈ നാഷണൽ ജിയോഗ്രഫി വരുന്നില്ല, അത് നിർത്തിയിരുന്നു. അപ്പോൾ ഞാൻ ലൈബ്രറിൻ്റെ അടുത്ത് ചോദിച്ചപ്പം പറഞ്ഞു, ടീച്ചർ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഈ നാഷണൽ ജിയോഗ്രഫി വന്ന് വായിക്കുന്നത്, വേറെ ആരും ഇതൊന്നും നോക്കാറില്ല. അതുകൊണ്ട് പ്രിൻസിപ്പൾ പറഞ്ഞു അതിനി വാങ്ങിക്കണ്ട, സബ്സ്ക്രിപ്ഷൻ നിർത്തുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അപ്പം തന്നെ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോയി, മാഡം ഒരു സ്കൂൾ ലൈബ്രറി എന്ന് പറഞ്ഞാൽ അതിനകത്ത് നാഷണൽ ജിയോഗ്രഫി വേണം, അത്രയ്ക്ക് നല്ല ബുക്കാണ്. കുട്ടികളത് വായിച്ചില്ലെങ്കിൽ അതിൻ്റെ പടം കണ്ടാലേ മതി, നാളെ നല്ല ഒരു ഫോട്ടോഗ്രാഫറായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്, അത്രയ്ക്ക് നല്ല ഒരു ബുക്കാണ്, അത് സബ്സ്ക്രിപ്ഷൻ നിർത്തരുത്, വാങ്ങിക്കണം എന്ന് ഞാൻ റിക്വസ്റ്റ് കൊടുത്ത് അടുത്ത മാസം തൊട്ട് തിരിച്ചും അത് വരുത്താൻ തുടങ്ങി. അപ്പോൾ ആ ബുക്ക് ജഗ്ഗിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബുക്കായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് 25 വർഷം പിടിച്ചു എനിക്ക് എൻ്റെ സ്വന്തം കാശിൽ നാഷണൽ ജിയോഗ്രഫി വരുത്താൻ, പക്ഷേ ഇന്നും അത് വരുത്തുന്നുണ്ട് ഞാൻ. ഇന്നും അന്നും നല്ല ഒരു ബുക്ക് തന്നെയാണത്. അങ്ങനെ പിന്നെ ഈ ക്ലാസ്സിൽ നിന്ന് കട്ടടിച്ചാൽ സൈക്കിളൊക്കെ വിടാൻ തുടങ്ങിയപ്പം ക്ലാസ്സിൽ കയറാതെ ഒരു ദിവസം 30-35 കിലോമീറ്റർ സൈക്കിളിൽ ഇങ്ങനെ കറങ്ങിയിട്ട് വന്ന ഒരിടത്ത് കണ്ണടച്ചിരുന്ന ആ പോയ സ്ഥലം, തറ, എത്ര പുല്ലുണ്ടായിരുന്നു, എത്ര ഹൈറ്റ്, ഇങ്ങനെ എത്ര പൊക്കമുണ്ടായിരുന്നു, എങ്ങനെ താന്ന് പോന്നു, അങ്ങനെ തറ എന്ന് പറയുമ്പം സമമായിട്ടില്ലല്ലോ, എപ്പോഴും ഒരു ഏറ്റ ഒരു ഇറക്കം എല്ലാം ഉണ്ടല്ലോ. അത് അവിടെ ഉള്ള മരങ്ങൾ, പൂക്കൾ, മരത്തിൻ്റെ ഷേപ്പ്, എത്ര മരങ്ങൾ, ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ അതുമാത്രമല്ല, കുറച്ച് വലുതായപ്പം വീട്ടിലൊരു തുണ്ട് ചീട്ട് എഴുതി വെച്ചിട്ട് 2-3 ദിവസം അങ്ങ് കാണാതെ പോകും. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും വെച്ചാൽ കുറേ മുട്ട പുഴുങ്ങും, ബോയിൽഡ് എഗ്സ് ആൻഡ് ബ്രെഡ്. ഇത് രണ്ടും ഒരു 2-3 ദിവസത്തേക്ക് ചീത്തയാകാതിരിക്കും. ബോയിൽഡ് എഗ്സൊക്കെ അങ്ങനെ തോടോടുകൂടി വെച്ചിരുന്നാൽ ചീത്തയാവത്തില്ല. അപ്പം കുറേ മുട്ട പുഴുങ്ങി കുറച്ച് ബ്രെഡ് എടുത്ത് ബാഗിലിട്ടുകൊണ്ട് ഇദ്ദേഹം 2-3 ദിവസം ഒരു ചെറിയ തുണ്ട് പേപ്പറിൽ അമ്മയ്ക്കും അച്ഛനും, ഞാൻ ഇങ്ങനെ എവിടെ പോകുന്നു എന്നൊന്നും എഴുതത്തില്ല, ഞാൻ ഇങ്ങനെ പോന്നു, ഞാൻ 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും എന്ന് എഴുതി വെച്ചിട്ട് പുള്ളി അങ്ങ് പോവും. പുള്ളി എവിടെ പോയത്? ഈ അടുത്തുള്ള ഫോറസ്റ്റിലാണ് പോകുന്നത്. അടുത്തുള്ള ഫോറസ്റ്റിൽ പോയി
അവിടെയൊക്കെ ഈ ബ്രെഡും മുട്ടയും കൈയിരിക്കുന്നവരെ അതൊക്കെ കഴിച്ച് അനിമൽസിനെയൊക്കെ കണ്ട് രസിച്ച് അവിടെ കിടന്ന് ഉറങ്ങി കുറേ പുഴുക്കടിയും കൊണ്ട് എല്ലാം ചെയ്യും. കൊതുകടിയും അതും ഇതും വിഷപ്പൂച്ചകളൊക്കെ കടിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്യും. പക്ഷേ ആ കാട്ടിൽ പോകുന്നതും അല്ലെങ്കിൽ ഈ ഇങ്ങനെ നടക്കുന്നത്, സൈക്കിളിൽ പോകുന്നത്, ഇതൊക്കെയാണ്, അതായത് ഇതൊക്കെയാണ് ജഗ്ഗിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൊച്ചുനാളിൽ. ഇതിൽ നിന്ന് നമുക്ക് ഒന്ന് മനസ്സിലാവുന്നു, നമ്മൾ മനസ്സിലാക്കി എടുക്കണം. അതായത് കൊച്ചിലെ തന്നെ പ്രകൃതിയോട് ചേർന്ന ഒരു ജീവിതം ജീവിക്കാനാണ് ആ കൊച്ചിന് ഇഷ്ടം. ഇപ്പോൾ ഇപ്പോഴും നമ്മളെയും അങ്ങനെയാണ് പറയുന്നത്. അതായത് കുറച്ച് നേരമെങ്കിലും ചെരുപ്പിടാതെ നല്ല സ്ഥലങ്ങളിൽ പുല്ല് ഉള്ള സ്ഥലങ്ങളിൽ ചെരുപ്പിടാതെ നടക്കണം. നമുക്ക് മനസ്സ് ചിലപ്പം ഡല്ലായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു നല്ല വലിയ മരത്തിനെ പോയി കെട്ടിപ്പിടിച്ചിങ്ങനെ നിന്നാൽ മതി. ട്രീ ഹഗ്ഗിങ് എന്ന് പറയും. അല്ലെങ്കിൽ വെള്ളം ഉള്ള സ്ഥലത്ത് പോയി കുറച്ച് നേരം അവിടെ ഇരുന്നാൽ മതി, ആ വെള്ളത്തിനെ കണ്ടുകൊണ്ടിരുന്നാൽ മതി. അപ്പം ഈ പഞ്ചഭൂതങ്ങളുണ്ടല്ലോ, നമ്മുടെ ദേഹം എന്ന് പറയുന്നത് കോടാനുകോടി സെൽസ് ഉണ്ടെങ്കിലും എല്ലാ സെൽസിലുമേ ഈ പഞ്ചഭൂതങ്ങളുടെ പ്രൊപ്പോർഷനാണ്. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളോട് നമ്മൾ അടുത്ത് വരുമ്പം നമുക്ക് ഒരുപാട് നല്ലത് നടക്കുമെന്നാണ് പറയുന്നത്. അതായത് ഏത് ജീവിതം എങ്ങനെ ജീവിച്ചാലും എവിടെ ജീവിച്ചാലും ഈ പ്രകൃതിയോട് ചേർന്ന ഒരു ജീവിതം വേണം. ഇപ്പോൾ പ്രകൃതി ഇപ്പം എന്തുവാ, ആർക്കും വെയിൽ കൊള്ളാൻ വയ്യ, സൂര്യനെ കാണാറില്ല, ചന്ദ്രനെ കാണാറില്ല, എപ്പോൾ നോക്കിയാലും റൂം അടച്ചിട്ടുണ്ട്, ഒരു ഫ്രഷ് എയർ ഇല്ല, ഡബിൾ വെൻറ്റിലേഷൻ ഇല്ല, സർക്കുലേഷനേ ഇല്ല, എപ്പോൾ നോക്കിയാലും എ സിയിലാണ് ഇരിക്കുന്നത്, ട്യൂബ് ലൈറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൂടുതൽ പ്രകൃതിയെ വിട്ട് അകന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും ദേഹത്തിന് അസുഖവും മനസ്സിന് അസുഖവും ഉണ്ടാകുന്നത്. അപ്പോൾ എത്രയ്ക്ക് നമ്മൾ ഓപ്പൺ എയറിൽ പ്രകൃതിയോട് ഇണഞ്ഞ ഒരു ജീവിതം ജീവിക്കുന്നു, അത്രയ്ക്ക് നമ്മൾക്ക് ഹെൽത്താണ്. അപ്പം ഇദ്ദേഹത്തിന് ആരും പറഞ്ഞു തന്നില്ല, പക്ഷേ ആ കൊച്ചിലേ ഇതിപ്പോൾ ഇതിന് കാരണം എന്തുവാന്ന് ആലോചിച്ചാൽ ഈ മുൻജന്മത്ത് ചെയ്ത തപസ്സിൻ്റെയും മെഡിറ്റേഷൻ്റെയും ഒരു തുടർച്ചയായിട്ടാണ് ഈ ജന്മത്ത് കൊച്ചിലേ ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ ഈ കൊച്ചിലെ ഇംഗ്ലീഷ് ബുക്സ്, നോവൽസൊക്കെ ഒരുപാട് വായിക്കും. അതുമാത്രമല്ല സിനിമകൾ ഇഷ്ടം പോലെ കാണും. അതായത് അവിടെ 2 ഇംഗ്ലീഷ് തിയേറ്ററുണ്ട്. അതായത് 2 തിയേറ്ററിൽ ഇംഗ്ലീഷ് മൂവീസ് ഇടും. പിന്നെ തെലുങ്കാണല്ലോ അവിടെ, തെലുങ്ക്, കന്നഡ അങ്ങനത്തെ സിനിമകളാണ് വരുന്നത്. പിന്നെ ഇവർക്കൊക്കെ ഈ ജഗ്ഗി വാസുദേവിൻ്റെ കൂടപ്പറപ്പുകൾക്കൊക്കെ അവർക്കൊക്കെ ടിക്കറ്റൊന്നുമില്ല. എന്ന് വെച്ചാൽ അവരുടെ അച്ഛൻ അത്രയ്ക്ക് നല്ല ഒരു പൊസിഷനിലായിരുന്നു, സൊസൈറ്റിയിൽ, സമൂഹത്തിൽ നല്ല ഒരു പേരെടുത്ത മനുഷ്യനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൊച്ചുങ്ങൾ ടിക്കറ്റ് ഇല്ലാതെ കയറിപ്പോയി സിനിമ കണ്ടാൽ അവർക്കൊക്കെ എപ്പോഴും ഫ്രീ പാസ്സാണ്, എപ്പോൾ വേണമെങ്കിലും തിയേറ്ററിൽ കയറാം, എപ്പോൾ വേണമെങ്കിലും വരാം. അങ്ങനെ ഇവരൊക്കെ ജഗ്ഗിയുടെ ബ്രദറും ഒക്കെ എപ്പോഴും പോയി സിനിമ കാണും. ജഗ്ഗിയുടെ ബ്രദറും നിറയെ ഇംഗ്ലീഷ് നോവൽസൊക്കെ വായിക്കും, കോമിക്സും നോവൽസും ഒക്കെ വായിക്കും. അങ്ങനെ ഒരു പ്രാവശ്യം സൈക്കോ ഒരു സിനിമ കാണാൻ പോയി. അപ്പോൾ അത് നല്ല ഒരു കാണുമ്പം പേടി ഉണ്ടാകുന്ന ഒരു സിനിമയാണ്. അപ്പോൾ 2 ചേച്ചിമാരും പോയിരുന്നു. 2 ചേച്ചിമാരും പകുതിയിൽ ഓടി വന്നു, വെളിയിൽ ഓടിപ്പോയി. പക്ഷേ ജഗ്ഗി ഒടുക്കം വരെ അവിടെ നിന്ന് സിനിമ കണ്ടിട്ടാണ് വന്നത്. അപ്പം ഈ ഫിയർ അതാ പേടി എന്നുള്ള ഒരു സംഭവം കൊച്ചിനില്ലായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ എന്തുവാ വേറെന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? 1-2 കാര്യങ്ങൾ സ്കൂൾ കാര്യമല്ലേ ഇപ്പം നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിന് ഈ എല്ലാവർക്കും കിട്ടുന്ന വെക്കേഷനല്ല, ഒരു വർഷത്തിൽ 10-20 വെക്കേഷൻസ് കിട്ടും. 10-20 വെക്കേഷൻ എന്ന് വെച്ചാൽ അത്രയും പ്രാവശ്യം കൊച്ചിനെ സസ്പെൻഡ് ചെയ്ത് സ്കൂളിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഈ സസ്പെൻഡ് ചെയ്യുന്ന ഒന്നും വീട്ടിൽ പറയത്തില്ല. പിന്നെ ഈ വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമ്പോൾ വീട്ടിലേക്ക് അറിയിക്കണമല്ലോ. അപ്പോൾ പേരൻസിന് ഒരു ലെറ്റർ വരും. അപ്പോൾ ആ ലെറ്റർ എല്ലാം കൂടെ ചിലപ്പോൾ അവരുടെ അച്ഛൻ കണ്ടിട്ടേ ഒന്നും ചെയ്യാൻ വയ്യ, ഈ കൊച്ച് അതായത് കൊച്ചുനാളിലെ സ്കൂളിലൊക്കെ പോകുന്നതിന് മുമ്പേ ഈ കണ്ടമാന ട്രിക്സുകളൊക്കെ ചെയ്യും. വലിയ അൽമാരയുടെ പുറത്ത് കയറി അവിടുന്ന് ചാടുക, കട്ടിലിൽ കുസ്തി മറിയുക,
അങ്ങനെയൊക്കെ. അപ്പോൾ അവരുടെ അമ്മയൊക്കെ ചോദിക്കും, നിനക്ക് ഭയം എന്നുള്ളതേ ഇല്ലയോടാ, എങ്ങനെടാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, നിൻ്റെ ദേഹത്തിൻ്റെ സുരക്ഷിത കൂടെ നോക്കാതെ ഇങ്ങനെ കിടന്ന് ചാടുന്നല്ലോ എന്നൊക്കെ ഒരുപാട് പറയുമായിരുന്നു. പിന്നെ 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 വന്നപ്പം മടുത്തു അവർ. നീ ഓക്കെ, സ്കൂളിൽ നിന്ന് അവരായിട്ട് പുറത്താക്കട്ടെ, അതുവരെ നീ പോ, എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ ഒക്കത്തില്ല എന്നാണ് അവരുടെ അച്ഛൻ പറയുന്നത്. പിന്നെ വേറൊരു കാര്യവും ചെയ്യുന്നുണ്ട്. അതായത് അവിടുത്തെ പോസ്റ്റ്മാൻ്റെ മോന് ജഗ്ഗിയുടെ ക്ലാസ്സാണ്. അപ്പം ജഗ്ഗി അവനെ നല്ല ഫ്രണ്ട് പിടിച്ചുകൊണ്ട് ചിലപ്പോഴൊക്കെ ഈ സസ്പെൻഷൻ കിട്ടുമ്പം ജഗ്ഗി ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ രാത്രി പോയി ആ ബാഗിൽ നിന്ന് ബോക്സിൽ നിന്ന് തുറന്ന് ബാഗിലിടുമല്ലോ, ആ ബാഗിൽ നിന്ന് ഇവരുടെ അച്ഛൻ്റെ അഡ്രസ്സിൽ വരുന്ന ആ സ്കൂളിൽ നിന്ന് അയക്കുന്ന സസ്പെൻഷൻ ലെറ്ററിനെല്ലാം വലിച്ചു കീറിക്കളയുമെന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇപ്പം വേറൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്, സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ആകുമ്പം അന്ന് ലെറ്റർ വരും, അപ്പോൾ പോസ്റ്റ് ചെയ്യും സ്കൂളിൽ നിന്ന് വൈകുന്നേരം. അപ്പോൾ പിറ്റേ ദിവസം തീർച്ചയായിട്ടും അത് വീട്ടിൽ എത്തിയിരിക്കും. അപ്പം 11 മണിയാകുമ്പോഴാണ് ഈ പോസ്റ്റ്മാൻ വരുന്നത്. അപ്പോൾ ഈ പോസ്റ്റ്മാൻ വരുന്ന സമയം ചിലർ അന്ന് വയ്യ എന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞ് വീട്ടിൽ ഇരുന്ന് പോസ്റ്റ്മാൻ കൊണ്ടുവരുന്ന ലെറ്ററിനെ ഈ പിള്ളേർ കയ്യിൽ വാങ്ങിച്ച് കീറിക്കളയും. അതായത് ഈ സസ്പെൻഡ് ആയത് അച്ഛനും അമ്മയ്ക്കും അറിയിക്കരുത്. അങ്ങനെയൊക്കെ കള്ളത്തനം ചെയ്യുന്ന പിള്ളേരെ കുറിച്ചൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. അപ്പോൾ ജഗ്ഗി എപ്പോഴും ഒരു സ്റ്റെപ്പ് അഹെഡാണ്. വീട് വരെ പോയി വീട്ടിൽ നിന്ന് ആ ബാഗിൽ നിന്ന് ലെറ്റർ എടുത്ത് അവിടെ തന്നെ കീറിക്കളയും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സദ്ഗുരു പറഞ്ഞാണ് ബുക്കിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ 1-2 വേറെയും കാര്യങ്ങളുണ്ട്. അതായത് 9ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു പുതിയ ഇംഗ്ലീഷ് ടീച്ചർ വന്നു. അവർ ടിപ്പിക്കലായിട്ട് ഈ കഞ്ഞിയൊക്കെ ഇട്ട് നല്ല തേച്ച വെള്ള സാരിയിലാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ നടക്കുമല്ലോ. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ഇടയിൽ നടന്ന് ടീച്ചർ അങ്ങോട്ട് പോയപ്പം ടീച്ചർ കാണാതെ പുറകെ തിരിഞ്ഞിരിക്കുമ്പം ഈ ജഗ്ഗി അപ്പോഴത്തെ ഫൗണ്ടൻ പേനാണ്, ഇങ്ക് ഒഴിക്കുന്ന പേന, ആ ഫൗണ്ടൻ പേനയിൽ നിന്ന് കുറേ ഇങ്ക് ഇങ്ങനെ തെളിച്ചു. വെള്ള സാരി മൊത്തം ഇങ്കായി. പിന്നെ ടീച്ചർ അറിഞ്ഞില്ല. പിന്നെ സ്റ്റാഫ് റൂമിൽ പോയപ്പോഴായിരിക്കും ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഏത് ക്ലാസ്സിൽ നിന്നാണ് വന്നേ, ഇന്ന ക്ലാസ് എന്ന് പറയുമ്പോഴേ അറിയാം അതിൽ ജഗ്ഗിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന്. അത്രയ്ക്ക് വളരെ ഫേമസ് ആയിപ്പോയി ആ പയ്യൻ. അപ്പം ഉച്ചയ്ക്ക് ലഞ്ച് ഇൻ്റർവെല്ലിൽ ആ ടീച്ചർ ഇവനെ വിളിപ്പിച്ചു നിൻ്റെ പേന എടുത്തോണ്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ പേന കൊണ്ടുപോയി കൊടുത്തു. അപ്പോഴേ പയ്യനറിയാം നമ്മൾ ചെയ്തത് കണ്ടുപിടിച്ചതാന്ന്. പേന കൊണ്ട് കൊടുത്തപ്പം ആ ടീച്ചർ ആ പേന നിറച്ച് ഇങ്ക് ഒഴിച്ച് വെച്ചോ എന്ന് പറഞ്ഞു. പയ്യനും താങ്ക് യു ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങ് വന്നു. അപ്പം ഇപ്പോൾ പയ്യൻ വിചാരിച്ചത് ടീച്ചർ പേനയെ വാങ്ങിച്ച് വെച്ചിട്ട് അടിക്കും, അല്ലെങ്കിൽ വഴക്ക് പറയും, അല്ലെങ്കിൽ സസ്പെൻഷനിൽ കൊണ്ട് നിർത്തും എന്നൊക്കെയാണ് വിചാരിച്ചത്. അതുകൊണ്ട് ജഗ്ഗിക്ക് പേടിയൊന്നുമില്ല. എന്നുവെച്ചാൽ ഇത് സ്ഥിരം നടക്കുന്നതാണല്ലോ. എന്നാലും അങ്ങനെ വിചാരിച്ചുകൊണ്ട് പോയ ഒരു പയ്യന് ടീച്ചർ പേനയിൽ ഇങ്ക് നിറച്ച് കൊടുത്ത് വെച്ചോ എന്ന് പറഞ്ഞപ്പം അത് അവനെ വല്ലാണ്ട് ബാധിച്ചു, മനസ്സിനെ. ഇനി അങ്ങനെ ചെയ്യരുത് എന്നുള്ള ഒരു തോന്നലും പിന്നെ ആ ടീച്ചറോട് കൂടി ഭയങ്കര അടുപ്പവുമായി. അപ്പം ഇതൊക്കെ എല്ലാവരുടെയും ലൈഫിൽ നടക്കുന്നതാണ്. ചിലപ്പോൾ ഒരു ടീച്ചർ വല്ലാതെ വഴക്ക് പറയും, അടിക്കും. കൊച്ചിലെ നമ്മുടെ സമയത്തൊക്കെ അടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം നല്ല പണിഷ്മെൻറ്റൊക്കെ തരും. പിന്നെ ഉണ്ടല്ലോ എന്തോ നമുക്ക് ആ ടീച്ചറുടെ കൂടെ ഭയങ്കര സ്നേഹമാകും. പിന്നെ ആ സബ്ജക്റ്റ് നമ്മൾ ഒരുപാട് പഠിക്കാൻ തുടങ്ങും. എന്ന് പറയുമ്പോഴൊക്കെ ആ ബുക്കായിരിക്കും എടുത്ത് വയ്ക്കുന്നത്. അങ്ങനെയൊക്കെ എല്ലാവരുടെയും ലൈഫിൽ നടക്കുന്നതാണ്. അപ്പം ഇങ്ങനെ പിന്നെ ഒരു പ്രാവശ്യം ജഗ്ഗി വലുതായി മൈസൂരിൽ ഒരു സ്പീച്ച് കൊടുത്തുകൊണ്ടിരുന്നു. സ്പീച്ച് കൊടുത്തേച്ച് ഇറങ്ങിയപ്പം ഒരു ടീച്ചറെ കണ്ടു, ഒരു ഇംഗ്ലീഷ് ടീച്ചർ. അപ്പം നേരത്തെ ഇങ്ക് നിറച്ച് കൊടുത്തത് ഇംഗ്ലീഷ് ടീച്ചറാണ്. അപ്പം നേരത്തെ ഇംഗ്ലീഷ് നോവൽസൊക്കെ വായിക്കും. ഇങ്ങനെയൊക്കെ ഈ ഇംഗ്ലീഷിൻ്റെ ടീച്ചേഴ്സൊക്കെ ജഗ്ഗിയെ ആ പയ്യനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടാണ് തോന്നുന്നു BA ലിറ്ററേച്ചറാണ് പഠിച്ചത്, ഇംഗ്ലീഷ്. ശരിക്കും പറഞ്ഞാൽ ജഗ്ഗിയുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നല്ല ഒരു ഇംഗ്ലീഷാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല ഒരു സ്റ്റാൻഡേർഡുള്ള ഒരു ഇംഗ്ലീഷാണ്.
വേറെയും ചില 1-2 പൊളിറ്റീഷ്യൻസൊക്കെ ഉണ്ട്, അവരുടെയും ഇംഗ്ലീഷൊക്കെ കൊള്ളാം, ലണ്ടനിലൊക്കെ പഠിച്ച് വന്ന ആൾക്കാരുണ്ട്. വലിയ വലിയ വാക്കുകളൊക്കെ ഉപയോഗിച്ച് കളിയായിരിക്കും അവരുടെ സംസാരത്തിലൂടെ വരുന്നത്, വലിയ വാക്കുകളുടെ പ്രയോഗങ്ങൾ കൊണ്ടുള്ള കളി. അപ്പോൾ അവരുടെ ആ ഇംഗ്ലീഷ് മാസ്റ്ററിയെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതിനെക്കാട്ടിലും എനിക്ക് സദ്ഗുരുവിൻ്റെ വീഡിയോസ് എല്ലാം ഇംഗ്ലീഷിൽ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അന്ന് ആരോ പറയുന്നത് കേട്ടു, വേറെ ഒന്നിനും വേണ്ട, ആത്മീയതയെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിലും സദ്ഗുരുവിൻ്റെ വീഡിയോ കേട്ടുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ഓട്ടോമാറ്റിക്കായിട്ട് ഇമ്പ്രൂവ് ആകുമെന്ന്. ശരി തന്നെയാണ്, അത്രയ്ക്ക് നല്ല ഇംഗ്ലീഷാണ്. അപ്പം മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ BA ലിറ്ററേച്ചറാണ് എടുത്ത് പഠിച്ചത്. അപ്പം ഇംഗ്ലീഷ് ടീച്ചേഴ്സ് നോക്കിയോ, കൊച്ചുനാളിലേ ഇംഗ്ലീഷ് ടീച്ചേഴ്സിൻ്റെ കൂടാണ് കൂടുതൽ ഇടപഴകുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ മൈസൂരിൽ സ്പീച്ച് കൊടുത്തിട്ട് വന്നപ്പോൾ ഒരു പഴയ ഒരു ടീച്ചറെ കണ്ടു. അപ്പം ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. അപ്പം സദ്ഗുരുവിന് ശരിക്കും ആ ടീച്ചറെ ഓർമ്മയേ ഇല്ല. പക്ഷേ ആ ടീച്ചർ പറഞ്ഞു, നീ എൻ്റെ ക്ലാസ്സിൽ നീ ഇരിക്കുമ്പം ഒരു പോയട്രി നടത്തിയപ്പം നീ ഒരുപാട് എൻ്റെ അടുത്ത് ആർഗ്യൂ ചെയ്തു. അതായത് ഈ റോബർട്ട് ഫ്രോസ്റ്റ് എന്നൊരു പോയറ്റുണ്ട്, ഇംഗ്ലീഷിൽ കവിതകൾ എഴുതുന്നത്, റോബർട്ട് ഫ്രോസ്റ്റ്. ഈ റോബർട്ട് ഫ്രോസ്റ്റിനെ കുറിച്ച് ഞാനും പഠിച്ചിട്ടുണ്ട്. ഈ റോബർട്ട് ഫ്രോസ്റ്റിനെ ഞാൻ ഓർക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളുടെ ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്ററായിട്ടിരിക്കുമ്പം അദ്ദേഹത്തിൻ്റെ മേശയിൽ ഈ 2 വാക്കുകൾ എഴുതി വച്ചിരിക്കും, 2 വാക്യങ്ങൾ എഴുതി വച്ചേക്കും, 2 ലൈൻ. അത് എന്തൊരു ലൈൻ എന്ന് വെച്ചാൽ അത് ഈ റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയ കവിതയിൽ വരുന്ന 2 ലൈനാണ്. അങ്ങനെയാണ് ഞാൻ കൊച്ചിലെ അത് പഠിച്ചത്. അപ്പോൾ അത് പഠിച്ചപ്പം എനിക്കും വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചു, ചുമ്മാ അല്ല ജവഹർലാൽ നെഹ്റു അത് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ ഇൻസ്പിറേഷണൽ കോട്ട്സ് എന്നൊക്കെ പറയത്തില്ലേ, ചില വാക്കുകളൊക്കെ നമ്മൾ മേശയുടെ മുമ്പിൽ എഴുതി വയ്ക്കും, അല്ലെങ്കിൽ ദിവസവും കണ്ണ് തുറക്കുമ്പോൾ അത് കാണുന്ന പോലെ ഒട്ടിച്ച് വയ്ക്കും എഴുതി. അതുപോലെ നെഹ്റു അദ്ദേഹത്തിൻ്റെ ടേബിളിൽ എഴുതി വെച്ചിരുന്നതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ദ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. ഇതാണ് ഈ 2 വാക്യങ്ങൾ നെഹ്റു എഴുതി വച്ചിരിക്കുന്നത്. വുഡ്സ് ആർ ഡാർക്ക് ലവ്ലി ഡീപ്പ് എന്ന് പറയുന്നത് ഈ മരങ്ങൾ അടർന്ന് നിൽക്കുന്ന സ്ഥലം, അതിനെയാണ് വുഡ് എന്ന് പറയുന്നത്. വുഡ് എന്ന് പറഞ്ഞാൽ ഈ മരക്കഷ്ണത്തിനെ വുഡ് എന്ന് പറയും. ഇത് വന്ന് വുഡ്സ് എന്ന് വെച്ചാൽ ഒരുപാട് മരങ്ങൾ വന്ന്, ഇപ്പോൾ നമ്മൾ കാറിൽ പോകുമ്പോൾ റോഡ് സൈഡ് കാണുന്നില്ലേ, റബ്ബർ മരങ്ങളെല്ലാം ഒരു സൈഡ് ഇങ്ങനെ നിൽക്കും, അല്ലെങ്കിൽ തേക്ക് മരങ്ങളെല്ലാം ഒരു സൈഡിൽ നിന്ന് വളർന്ന് നിൽക്കും. അതുപോലെ അതിനെയാണ് വുഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പോയം എല്ലാവരും ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു പോയമാണ്. എന്നുവെച്ചാൽ അതിൽ അത്രയും മീനിങ് ഉണ്ട്. ദ വുഡ്സ് ആർ ഡാർക്ക് ലവ്ലി ആൻഡ് ഡീപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മരങ്ങൾ അടർന്നിരിക്കുന്നു, അത് കാണാൻ തന്നെ നല്ല ഒരു കാഴ്ചയാണ്. ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്, അവിടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ, ഞാൻ മരിക്കുന്നതിന് മുമ്പേ എനിക്ക് ഈ ലോകത്ത് ചെയ്ത് സാധിക്കാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഒരു പ്രൈം മിനിസ്റ്റർ അതിനെ എടുത്ത് തൻ്റെ മേശപ്പുറത്ത് എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അത്രയും അർത്ഥമുണ്ട്. അപ്പോൾ എനിക്കും അത് വലിയ ടീച്ചർ പഠിപ്പിക്കുമ്പം തന്നെ എനിക്കും അത് ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഇത് ജഗ്ഗിയുടെ ക്ലാസ്സിൽ ഈ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം ആർഗ്യൂ ചെയ്തെന്ന്, വുഡ്സ് എന്ന് എന്തിനാണ് പറയുന്നത്, വുഡ് എന്ന് പറഞ്ഞാൽ മരക്കഷ്ണമല്ലല്ലോ ആണല്ലോ, അപ്പം മരത്തിനെ വെറും മരക്കഷ്ണമായിട്ട് കാണരുത് എന്നൊക്കെ ആർഗ്യൂ ചെയ്തെന്ന്. ഇംഗ്ലീഷ് ക്ലാസ്സിൽ അങ്ങനെയൊക്കെ ആർഗ്യുമെൻ്റൊക്കെ വരുന്നത് ശരിയാണ്. പക്ഷേ ഇത് വുഡല്ല, വുഡ്സ് എന്നാണ് പറയുന്നത്. വുഡ്സ് എന്ന് വെച്ചാൽ മരങ്ങളുടെ കൂട്ടം. അപ്പോൾ ആ ടീച്ചർ എടുത്തു പറഞ്ഞപ്പോഴാണ് ജഗ്ഗിക്ക് ലേശം അതിൻ്റെ ഓർമ്മ വന്നത്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം പൊതുവേ ക്ലാസ്സിൽ ഇരിക്കുന്നതും ശ്രദ്ധിക്കുന്നതും ഒക്കെ കുറവ്. എന്തെങ്കിലും ശ്രദ്ധിച്ചാൽ ഇങ്ങനെയൊക്കെ കുറേ ആർഗ്യുമെൻറ്റും അതൊക്കെ ചെയ്യും. പിന്നെ സൈക്കിൾ ഓട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതിന് പിന്നെ അവരുടെ അച്ഛൻ വെസ്പ സ്കൂട്ടർ വാങ്ങിച്ചു. അപ്പം ജഗ്ഗിയും ജഗ്ഗിയുടെ ചേട്ടനും കൂടെ ചേർന്നുകൊണ്ട് അച്ഛനറിയാതെ സ്കൂട്ടർ എടുത്തുകൊണ്ട് പോകും.
അപ്പോൾ അച്ഛൻ ഇങ്ങനെ താക്കോലൊക്കെ ഒളിച്ചു വയ്ക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ കണ്ടുപിടിക്കും. അപ്പോൾ അച്ഛൻ ചിലപ്പോൾ ഉച്ചയ്ക്കൊക്കെ കിടന്ന് ഉറങ്ങുന്ന സമയമായിരിക്കും, അല്ലെങ്കിൽ ക്ലിനിക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന സമയമായിരിക്കും. അപ്പോൾ എടുത്ത് ഓട്ടും രണ്ടുപേരും. അപ്പം അവരുടെ അച്ഛൻ ഇതറിഞ്ഞുകൊണ്ട് മൈലേജ് എത്രയാണെന്ന് നോക്കി വയ്ക്കും. അപ്പോൾ ഈ രണ്ട് ആമ്പിള്ളേരും എന്ത് ചെയ്തു, സ്പീഡോമീറ്ററിൽ നിന്നുള്ള വയർ ഡിസ്കണക്ട് ചെയ്യും. അപ്പോൾ എത്ര ഓടിയാലും അറിയത്തില്ലല്ലോ. അതും അവരുടെ അച്ഛൻ കണ്ടുപിടിച്ചു. പിന്നെന്താ ചെയ്തു, കൊണ്ടുവന്ന് നിർത്തുമ്പം എത്ര ചൂടായി എൻജിൻ എന്ന് നോക്കും, കൈവച്ച് നോക്കും. അതിനെ മാറ്റാൻ വേണ്ടി കുറേ വെള്ളമൊക്കെ ഒഴിച്ച് തണുപ്പിച്ചായിരിക്കും വണ്ടിയെ കൊണ്ട് അവിടെ നിർത്തുന്നത്. അങ്ങനെയൊക്കെ നല്ല ഒരു ജോളിയായിട്ടുള്ള ഒരു പരുവമായിരുന്നു ജഗ്ഗിയെ സംബന്ധിച്ചവരെ സ്കൂളിൽ. പക്ഷേ എല്ലാ കുട്ടികളുടെയും കൂട്ട് പോകുക, ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുക, നല്ല കുട്ടിയായിട്ട് തിരിച്ചു വരിക എന്നുള്ള രീതിയിലല്ലായിരുന്നു. അദ്ദേഹം ഓൾറെഡി കുറച്ച് വ്യത്യാസമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലായിരുന്നു സ്കൂളിലെ പോക്കും വരവും എല്ലാം. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ സിനിമയിലൊക്കെ പോകുമ്പം കൊച്ചിലെ ജഗ്ഗിയുടെ ബ്രദറും കൂടെ ഒരുപാട് സിനിമകൾ പോയി കാണും. അപ്പം ജഗ്ഗി പറയുന്നത്, എനിക്ക് 2 രീതിയിലും ആ സിനിമയെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഒന്ന്, ഞാൻ അതിൻ്റെ ഇമോഷണൽ ലെവലിൽ പോയി അതിൻ്റെ കൂടെ അലിഞ്ഞു ചേർന്ന് നോക്കും. അല്ലെങ്കിൽ ചിലപ്പം അതിൻ്റെ കൂടെ നിൽക്കാതെ തന്നെ നിന്ന് അതിനെ അനലൈസ് ചെയ്ത് ക്രിട്ടിക്കലായിട്ട് വെച്ചാൽ ഡയറക്ടർ ഇങ്ങനെ ചെയ്തിരിക്കുന്നു, അതങ്ങനെ ചെയ്തു, ഇത് ശരിയല്ല, അത് നല്ലതാണ്, ഈ സീൻ നല്ലതാണ്, അങ്ങനെയൊക്കെ അതിനെക്കുറിച്ചുള്ള അനാലിസിസ് നടത്തുന്ന പോലെയും എനിക്ക് സിനിമയെ കാണാൻ പറ്റും. 2 രീതിയിലും എനിക്ക് സിനിമയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ മൊത്തത്തിൽ നോക്കുമ്പം ഈ കൊച്ച് സാധാരണ ഒരു കൊച്ചല്ല, ഒരു കുറച്ച് അസാധാരണമായ ഒരു കൊച്ചായിരുന്നു ജനിച്ചപ്പം തൊട്ടേ. അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഈ സ്കൂൾ ടൈമിലും നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പം കൊച്ചുനാളിലെ കാര്യങ്ങളൊക്കെ ഇവിടെ നിർത്താം. ഇനി ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.